ഇന്ന് ജനുവരി 21-ാം തീയതി ആർച്ച് ബിഷപ്പ് പാംപ്ലാനി ഞങ്ങൾ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിലേക്ക് ഞങ്ങളിന്ന് ചർച്ചയ്ക്കായിട്ടിരുന്നു. 10:00 ഞങ്ങൾ ചർച്ചകൾ ആരംഭിച്ചു. അപ്പോൾ അതിൽ ഞങ്ങൾ ഏതാനും കാര്യങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയും അദ്ദേഹത്തെ അറിയിക്കുകയൊക്കെ ചെയ്തു. അതിന് കിട്ടിയ മറുപടികളാണ്. അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് ഞാൻ നോക്കിയാണ് പറയുള്ളൂ. ഓരോന്നോരോന്നായിട്ട് പറയാം. ഒന്നാമത്തെ കാര്യം, ഈ അതിരൂപത ഭവനം അതിൽ നിന്ന് പോലീസിൻ്റെ സംരക്ഷണം ഒഴിവാക്കുകയും പോലീസിൻ്റെ സാന്നിധ്യം പൂർണ്ണമായിട്ട് ഇവിടുന്ന് ഒഴിവാക്കുകയും ചെയ്തു. അത് പിതാവ് ഞങ്ങൾക്ക് അന്ന് 12-ാം തീയതി ഞായറാഴ്ച വാക്ക് തന്ന കാര്യമാണ്. അത് പൂർണ്ണമായിട്ടും പിതാവ് പാലിച്ചു. അതിൽ ഞങ്ങൾ ആർച്ച് ബിഷപ്പിനെ വളരെയധികം അഭിനന്ദിക്കുകയും അത് പരസ്പരമുള്ള വിശ്വാസം ആർജിക്കുന്നതിൽ ഒരു വലിയ സ്റ്റെപ്പായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പോലീസ് അട്രോസിറ്റി ഇവിടെ നടന്ന ജനുവരി 11 ശനിയാഴ്ച രാവിലെയുള്ള സമയത്ത് ഈ ഭവനം മുഴുവൻ CCTV കൊണ്ട് കവർ ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഞാൻ വ്യക്തിപരമായിട്ട് താൽക്കാലികമായി വീണ്ടും വികാരി ജനറലായി നിയമിക്കപ്പെട്ട ജേക്കബ് പാലക്കപ്പള്ളി അച്ഛനോട് ഞാൻ ആവശ്യപ്പെട്ട് കൂരിയ മുമ്പാകെ ഞാൻ 14-ാം തീയതി കത്ത് നൽകിയിരുന്നു. കാരണം ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ അത് മാഞ്ഞു പോകാം. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഈ വിഷയത്തിൽ എനിക്ക് ഈ ആക്രമണം നേരിട്ട 21 വൈദികർക്കും നീതി നടത്തി കിട്ടേണ്ടതും നീതി ലഭിക്കാൻ സഹായിക്കേണ്ട ഉത്തരവാദിത്വമുള്ള ആളാണ് വികാരി ജനറലായ പാലക്കാപ്പള്ളി. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിന് മറുപടി തരണമെന്നും ഇനി സാങ്കേതികമായ എന്തെങ്കിലും തടസ്സമുണ്ടെങ്കിൽ അതിനും സഹായം, ഇതെല്ലാം പറഞ്ഞാണ് ഈ കത്ത് ഞാൻ കൊടുത്തത്. പക്ഷേ ഇങ്ങനൊരു കത്ത് കിട്ടിയ കാര്യം ഈ താൽക്കാലികമായ വികാരി ജനറലായ പാലക്കാപ്പള്ളി അച്ഛൻ പിതാവിനെ അറിയിച്ചിട്ടില്ല. ഇതിനെക്കുറിച്ചൊരു മറുപടിയും എനിക്ക് ഇപ്പോഴും കിട്ടിയിട്ടില്ല. ഞങ്ങൾ അല്ലാത്ത രീതിയിൽ മനസ്സിലാക്കുന്നത് ഈ പോലീസ് അട്രോസിറ്റി നടക്കുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹമാണ് അപ്പോൾ ഈ ഭവനത്തിൻ്റെ കമാൻഡർ എന്ന് പറഞ്ഞ ഇൻചാർജ് ഈ CCTVകളെല്ലാം ഓഫ് ചെയ്തു എന്നാണ്. അത് ചിലപ്പോൾ കേടായി എന്നായിരിക്കും പിന്നീട് പറയുക. അങ്ങനെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. ആ ഒരു സിറ്റുവേഷനിലാണ് അവരുടെ ഇൻവോൾവ്മെൻറ്റ് എത്രമാത്രം ഉണ്ടെന്ന് അറിയാനും കൂടി വേണ്ടിയാണ് ഇങ്ങനെ ഒരു അപേക്ഷ കൊടുത്തത്. അപ്പോൾ അതിനെക്കുറിച്ച് അന്വേഷിച്ചിട്ട് പിതാവ് അത് ഉണ്ടെങ്കിൽ ലഭ്യമാക്കാമെന്ന് പിതാവ് പറഞ്ഞിട്ടുണ്ട്. ബസിലിക്കയിൽ ഉള്ള കൺഫ്യൂഷൻസ്, ഈ ബസിലിക്ക പള്ളിയിൽ ബോസ്കോ പിതാവ് ഇറങ്ങിപ്പോകുന്നതിന് തൊട്ട് മുമ്പ് 2 കൈക്കാരന്മാരെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട് അഡ്മിനിസ്ട്രേറ്റീവായിട്ടുള്ള ഒരുപാട് തടസ്സങ്ങൾ, ഒരുപാട് കൺഫ്യൂഷൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതിനെ സംബന്ധിച്ച് ബസിലിക്കയുടെ ചാർജുള്ള മണവാളനച്ഛനെ വിളിച്ച് പിതാവ് ചർച്ച ചെയ്തു. അതുപോലെ തൃപ്പൂണിത്തുറ ഫൊറോന വികാരി ജോഷി വേഴപ്പറമ്പലച്ഛനെ വിളിച്ച് ഇന്നലെ ചർച്ച ചെയ്തു. അവരുമായിട്ടുള്ള ആ പ്രശ്നങ്ങൾ അത് ചർച്ച ചെയ്ത് അത് പരിഹരിക്കും. പാരലൽ അഡ്മിനിസ്ട്രേഷൻ ഈ പള്ളികളിലൊന്നും അനുവദിക്കില്ല എന്ന് പിതാവ് അസേർട്ട് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. അത് അവരോട് കൂടുതൽ സംഭാഷണങ്ങളിലൂടെ അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് ഇപ്പോൾ ഒരു മെത്രാപ്പോലിത്തൻ വികാരിയുണ്ട്. ആർച്ച് ബിഷപ്പായിട്ട് റാഫേൽ തട്ടിൽ പിതാവുണ്ട്. അപ്പോൾ ഈ തരുണത്തിൽ ഈ രൂപതയുടെ വിഷയങ്ങളിൽ കാക്കനാട് സെൻറ്റ് തോമസ് മൗണ്ടിലെ PRO ഇടപെടേണ്ടതില്ല. കാരണം ഈ പ്രശ്നങ്ങൾ വഷളാക്കാനായിട്ട് ഒരുപാട് നുണകൾ ഈ ദിവസങ്ങളിൽ ഇറങ്ങിയ PROയുടെ പ്രസ്താവനകളിൽ പോലും ഒരുപാട് നുണകളുള്ള കാര്യങ്ങൾ ഞങ്ങൾ വസ്തുതാപരമായിട്ട് ആർച്ച് ബിഷപ്പിനെ അവതരിപ്പിച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ രൂപതയുടെ വിഷയങ്ങൾ ഈ രൂപതയുടെ PRO അല്ലെങ്കിൽ അഭിമന്യ പിതാവ് തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത് എന്ന് ഞങ്ങൾ പറഞ്ഞു. അതുകൊണ്ട് സെൻറ്റ് തോമസ് മൗണ്ടിലെ PRO അല്ലെങ്കിൽ അവിടെ നിന്ന് മീഡിയ കമ്മീഷൻ ഇതിൽ ഇടപെടേണ്ടതില്ല എന്ന് ഞങ്ങൾ അറിയിക്കുക. അത് പിതാവ് അവരോട് സംസാരിക്കാം, ആ കാര്യങ്ങൾ അവരോട് സംസാരിച്ച് തീരുമാനമാക്കാമെന്ന് പിതാവ് അറിയിച്ചിട്ടുണ്ട്. ഇപ്പോൾ രൂപതയുടെ മെത്രാപ്പോലിത്തൻ വികാരിയായിട്ട് വന്നിരിക്കുന്ന ആർച്ച് ബിഷപ്പ് പാംപ്ലാനി, അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്ന മാൻഡേറ്റ് അനുസരിച്ച് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലിൻ്റെ സമ്മതം ആവശ്യമാണ്. പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലെല്ലാം സമ്മതം ആവശ്യമാണ്. മാൻഡേറ്റ് ഈ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഞങ്ങൾക്കത് പെട്ടെന്ന് അവൈലബിൾ ആക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പും പങ്കെടുക്കണമെന്ന് തന്നെയാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനിയുടെ ആഗ്രഹം എന്ന് അദ്ദേഹം അറിയിച്ചു. മാത്രമല്ല ഇനിയും തുടർന്നുള്ള ചർച്ചകളിൽ മേജർ ആർച്ച് ബിഷപ്പും വ്യക്തിപരമായി സന്നിഹിതമാക്കാൻ അദ്ദേഹം ശ്രമിക്കുന്നതാണെന്നും ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ അതിരൂപതയിൽ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കിയ ഒരു സംഭവമാണ് വൈദികരുടെ സസ്പെൻഷൻസ്. ഈ സസ്പെൻഷൻ എല്ലാം ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഇതിനെക്കുറിച്ച് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി പഠിച്ചതിന് ശേഷം ആണ് തുടർന്നുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. അത്രയും നാൾ എല്ലാ സസ്പെൻഷൻസും ഹോൾഡ് ചെയ്തിരിക്കുകയാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും വൈദികന് കുദാശ നിർവഹണത്തിൽ എന്തെങ്കിലും തരത്തിൽ തടസ്സങ്ങൾ ഈ രൂപതയിലോ മറ്റു രൂപതകളിൽ പോയിട്ടോ കുദാശ നിർവഹണത്തിന് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ വൈദികൻ നേരിട്ട് പിതാവിനെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അദ്ദേഹം അത് പരിഹരിക്കുമെന്നാണ് ഞങ്ങൾക്ക് വാക്ക് തന്നിരിക്കുന്നത്. ഡയലോഗ് അല്ലെങ്കിൽ സംഭാഷണങ്ങളിലൂടെ മാത്രമേ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റൂ എന്ന ഒരു വലിയ വിശ്വാസം പിതാവ് ഞങ്ങളോടും പങ്കുവച്ചു. നമ്മുടെ എല്ലാവരുടെയും വിശ്വാസം അതാണ്. അതുകൊണ്ട് എല്ലാ തട്ടിലും ഉള്ള സംഭാഷണങ്ങൾ തുടരും. ഈ വാതിലുകൾ തുറന്നു കിടക്കും. പിതാവ് ആരോടുമായിട്ടും എവിടെ വെച്ചും സംഭാഷണങ്ങളിൽ ഏർപ്പെടാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൽമായ നേതൃത്വത്തെ കണ്ട് അധികം വൈകാതെ തന്നെ ചർച്ച നടത്തും. കാരണം ഈ അതിരൂപതയിൽ വൈദികരെ പോലെ തന്നെ തുല്യമായ പങ്കാളിത്തവും തുല്യമായ അഭിപ്രായ സ്വാതന്ത്ര്യവും അഭിപ്രായത്തിന് വിലയും ഇവിടുത്തെ വിശ്വാസികൾക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അൽമായ നേതൃത്വത്തെയും തീർച്ചയായിട്ടും ഇപ്പോൾ ഞങ്ങൾ കണ്ടതുപോലെ അവരെയും കാണുമെന്ന് പിതാവ് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു വരാൻ പോകുന്ന വലിയൊരു പ്രശ്നം വൈദികരുടെ ട്രാൻസ്ഫറാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങൾ, അതായത് അതിരൂപതയിൽ കാനോനിക സമിതികളൊന്നും നിലവിലാതിരിക്കുകയും പ്രത്യേകിച്ച് ട്രാൻസ്ഫർ കമ്മിറ്റി എന്ന ഒരു അജപാലന ഒരു സംവിധാനം ഈ അതിരൂപതയിലുണ്ടായിരുന്നു. അപ്പോൾ അതും ആൻഡ്രൂസ് പിതാവിൻ്റെ സമയത്ത് അത് നിർത്തലാക്കിയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഈ കാനോനിക സമിതികളും ഈ ട്രാൻസ്ഫർ കമ്മിറ്റിയും അതും അദ്ദേഹം പരിഗണിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നിലവിൽ വന്നതിന് ശേഷം ആയിരിക്കും ജനറൽ ട്രാൻസ്ഫർ ഉണ്ടാകുക. കാരണം ഒരു 100-200 അച്ഛന്മാരെയും അതുപോലെ ഇടവകളെയും ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് മെയ് മാസത്തിലേക്ക്, ഈസ്റ്റർ കഴിഞ്ഞിട്ട് മെയ് മാസത്തിലേക്ക് മാറ്റാനായിട്ട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് അദ്ദേഹം സ്വാഗതം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ദിവസങ്ങളിൽ പട്ടം കിട്ടിയ 16 നവവൈദികർ, ആ നവവൈദികരുടെ അപ്പോയിൻമെൻറ്റ് പുതിയ കൂരിയ വന്നതിന് ശേഷം ഉടനെ ഉണ്ടാകുന്നതാണെന്നും അറിയിച്ചിട്ടുണ്ട്. അതിരൂപതയിലെ എല്ലാ വൈദികരെയും 4 സോണുകളായി തിരിച്ച് കണ്ട് സംസാരിക്കുന്നതാണ്. അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ആ മീറ്റിങ്ങിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കാനായിട്ട് ഈ അതിരൂപതയെ ആഴത്തിലറിയുന്ന സീനിയർ വൈദികരെ ആദ്യം ആർച്ച് ബിഷപ്പ് കാണുന്നതാണ്. അതിനെ തുടർന്ന് ഈ 4 സോണുകളിലായിട്ട് തിരിച്ച് എല്ലാ വൈദികരെയും കേൾക്കുന്നതാണ്. പുതിയ കൂരിയ നിയമനവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശം പിതാവ് ആശയപരമായിട്ട് സ്വാഗതം ചെയ്തു. അതായത് ഈ കഴിഞ്ഞ 2 കൂരിയ, അതായത് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തും ബിഷപ്പ് ബോസ്കോയും നിയമിച്ച കൂരിയ, ആ നിയമനത്തിൽ ആ കൂരിയയിലെ വ്യക്തികളെ നിയമിക്കുന്നതിന് അവരെടുത്ത മാനദണ്ഡങ്ങൾ ആകരുത് എന്ന് ഞങ്ങൾ നിർദ്ദേശിച്ചു. മറിച്ച് ഈ അതിരൂപതയുടെ സമഗ്രമായ അജപാലന സാഹചര്യം, സമഗ്രമായ അജപാലന നന്മ ഉദ്ദേശിച്ചുള്ള മാനദണ്ഡങ്ങളായിരിക്കണം പുതിയ കൂരിയയെ നിയമിക്കുമ്പോൾ ഉണ്ടാകേണ്ടത് എന്ന് ഞങ്ങൾ നിർദ്ദേശിക്കുക. അത് സ്വാഗതം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിൽ ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് ഉൾപ്പെടെ വത്തിക്കാന് നൽകിയ റിപ്പോർട്ടുകളിൽ രഹസ്യമായും പരസ്യമായും നൽകിയ കത്തുകൾ, പ്രത്യേകിച്ച് ഒരു കത്ത് രഹസ്യമായി നൽകിയത് അത് ലീക്ക് ചെയ്ത് പുറത്തു വന്നിരുന്നു. അതിനെ ബേസ് ചെയ്ത് മാർപ്പാപ്പ നൽകിയ വീഡിയോയിൽ വസ്തുതാപരമായ തെറ്റുകൾ കടന്നുകൂടിയിരുന്നു. ഇതുപോലെ മറ്റ് പല റിപ്പോർട്ടുകളിലും ഉള്ള വത്തിക്കാനെയും വത്തിക്കാൻ കാര്യാലയങ്ങളെയും ഈ അതിരൂപതയിലെ വിശ്വാസികളെയും വൈദികരെ സംബന്ധിച്ച് തെറ്റിദ്ധരിപ്പിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ഞങ്ങൾ വളരെയധികം കാര്യങ്ങൾ പിതാവിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു. അപ്പോൾ പിതാവ് അതിനെ സംബന്ധിച്ച് വസ്തുതാപരമായ റിപ്പോർട്ട് വത്തിക്കാന് നൽകുന്നതാണ് എന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട്. അത് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ചർച്ചയിൽ ഞങ്ങൾ പങ്കുവച്ചത്. കുർബാന വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളിപ്പോൾ ചർച്ചകളൊന്നും ചെയ്തില്ല. കാരണം ഈ അതിരൂപതയെ ആകെ അലങ്കോലപ്പെടുത്തിയ കാനോനിക സമിതികളോ ഭരണ സംവിധാനത്തിനെ ആകെ അലങ്കോലപ്പെടുത്തിയ ഒരു സാഹചര്യം ആയതുകൊണ്ട് അതിനെ പുനഃക്രമീകരിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുക, നല്ലൊരു സംവിധാനം ഈ അതിരൂപതയിൽ വീണ്ടെടുക്കുക എന്നതിലാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് ഞങ്ങൾ പ്രാമുഖ്യം നൽകിയത്. തുടർന്ന് വൈദികരെ 4 സോണുകളിലായും സീനിയർ വൈദികരെയും കണ്ട് അതിലൂടെ അതുപോലെ ആത്മായ നേതൃത്വത്തെ, തീർച്ചയായിട്ടും ആത്മായ നേതൃത്വമാണ് ഈ അതിരൂപതയുടെ ഏറ്റവും വലിയ ശക്തി. ഇതൊരു പങ്കാളിത്ത സഭയാണ്. അതുകൊണ്ട് വിശ്വാസികളെ കേൾക്കാതെയും വിശ്വാസികളുടെ അഭിപ്രായങ്ങൾ വിലക്കിയെടുക്കാതെയും
ഈ അതിരൂപതയ്ക്ക് 1 ഇഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. അത് മെത്രാനായാലും വൈദികരായാലും ആർക്കും സാധ്യമല്ല. ഇത് എല്ലാവരും തുല്യരായി ഭരണ സംവിധാനത്തിൽ അഭിപ്രായത്തിലും അത് നടപ്പിലാക്കുന്നതിലും തീരുമാനത്തിലും തുല്യ പങ്കാളിത്തമുള്ള സഭയായതുകൊണ്ട് ആ രീതിയിൽ മുന്നോട്ട് പോകുന്നതനുസരിച്ചാണ് കുർബാന വിഷയം പോലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അതിൽ തീരുമാനങ്ങൾ പിന്നീട് ഉണ്ടാവുകയും ചെയ്യുള്ളൂ. പുനഃസംഘടിപ്പിക്കുന്നത് ഉടനുണ്ടാവുമോ? അതായത് കഴിഞ്ഞ ചർച്ചയിൽ പിതാവ് ഞങ്ങൾക്ക് എഴുതി ഒപ്പിട്ട് തന്നൊരു കാര്യം ഞങ്ങളെല്ലാവരും ഒപ്പിട്ടത്. കാരണം ഒരു വിശ്വാസം ബിൽഡപ്പ് ചെയ്യുന്ന ഒരു രീതിയിലാണ് അത് ചെയ്തത്. അപ്പോൾ അന്ന് പറഞ്ഞു 1 മാസത്തിനകം അതിലെഴുതി ഒപ്പിട്ടിരിക്കുന്നത് 1 മാസത്തിനകം കൂരിയ ഉൾപ്പെടെയുള്ള എല്ലാ കാനോനിക സമിതികളെയും പുനഃസംഘടിപ്പിക്കുക എന്നാണ് പറഞ്ഞിരിക്കുക. അത് ഞങ്ങൾ വിശ്വസിക്കുന്നു. തീർച്ചയായിട്ടും അത് ചെയ്യാൻ കഴിയും. കാരണം പ്രസ്ബിറ്റൽ കൗൺസിൽ കാലാവധി ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് ഒരു നിമിഷം കൊണ്ട് അത് പുനഃസ്ഥാപിക്കാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അതുപോലെ മറ്റു കാര്യങ്ങളും ഘട്ടമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. അപ്പോൾ അത് പിതാവ് വാക്ക് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഞങ്ങളത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് അതിൽ ആത്മവിശ്വാസമുണ്ട്. അത് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി ചെയ്യുമെന്ന് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ചർച്ച പോസിറ്റീവാണ്. തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം രൂപതയിൽ ഏറ്റവും ഇമ്മീഡിയറ്റായിട്ട് ഈ അതിരൂപത അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ഞങ്ങളെല്ലാം അവതരിപ്പിച്ചത്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷയുണ്ട്. അത്തരത്തിലുള്ള വാക്കുകളും വാഗ്ദാനങ്ങളും ആണ് പിതാവ് ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. മേധാർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യം ചർച്ചകളിൽ വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടു. അതേസമയം പിതാവ് തന്നെ പറഞ്ഞു അതുതന്നെയാണ് ആർച്ച് ബിഷപ്പ് പാംബ്ലാനിയുടെ ആഗ്രഹം എന്ന് പിതാവും പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് മേധാർച്ച് ബിഷപ്പ്. കാരണം മെത്രാപ്പോലിത്തൻ വികാരിയാണ് ആർച്ച് ബിഷപ്പ് പാംബ്ലാനി. ആരുടെ വികാരിയാണ്? റാഫേൽ തട്ടിൽ പിതാവിൻ്റെ പകരക്കാരനാണ്. വികാരി എന്ന വാക്കിൻ്റെ അർത്ഥം പകരക്കാരനാണ്. അപ്പോൾ അതുകൊണ്ട് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ഈ അതിരൂപതയുടെ ആർച്ച് ബിഷപ്പ് എന്ന നിലയിൽ ഉണ്ടാകണം. കാരണം തീരുമാനമെടുക്കാൻ പൂർണ്ണമായ കഴിവ് പല കാര്യങ്ങളിലും ആർച്ച് ബിഷപ്പ് പാംബ്ലാനിക്ക് ലഭിക്കുന്നത് റാഫേൽ തട്ടിൽ പിതാവിൽ നിന്നാണ്. കാരണം വിത്ത് കൺസെൻറ്റ് എന്നാണ് ഇപ്പോഴത്തെ മാൻഡേറ്റിൽ ഉള്ളത്. ഇതിക്ക് മുമ്പുള്ള മാൻഡേറ്റിൽ അതായത് കരിയിൽ പിതാവ് ഇതുപോലെ മെത്രാപ്പോലിത്തൻ വികാരിയായിരുന്നു. അപ്പോൾ കൺസൾട്ടേഷൻ മതിയായിരുന്നു, അഭിപ്രായം ചോദിച്ചാൽ മതിയായിരുന്നു. പക്ഷേ ഇപ്പോൾ കൺസെൻറ്റ് വേണം എന്നുള്ളതാണ്. ആ ഒരു കാരണം കൊണ്ടാണ് ഞങ്ങൾ രണ്ടുപേരും ചർച്ചയിൽ വേണമെന്ന് പിതാവും ഞങ്ങളും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്ന അതിയായ ആഗ്രഹമാണ് അതിരൂപതയിലെ സർവ്വവിശ്വാസികൾക്കും ഞങ്ങൾക്കും മെത്രാന്മാർക്കും ഉള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു പെട്ടെന്ന് 1-2 ദിവസം കൊണ്ടോ 1 മാസം കൊണ്ടോ പെട്ടെന്ന് പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളല്ല ഈ ഏതാനും വർഷങ്ങളായിട്ട് ഇവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഘട്ടം ഘട്ടമായിട്ട് ഇതെല്ലാം പരിഹരിക്കാൻ കഴിയുമെന്ന വലിയൊരു ആത്മവിശ്വാസമുണ്ട്. പക്ഷേ ഈ ആത്മവിശ്വാസം ഇതിക്ക് മുമ്പും പല ഘട്ടങ്ങളിൽ വന്നിരുന്നു. പക്ഷെ അത് വീണ്ടും പോയിരുന്നു. എന്നാലും പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന സുവിശേഷ വചനത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ പ്രത്യാശയോട് കൂടി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. 4 സോണുകളായി വൈദികരുമായുള്ള ചർച്ചയിൽ മേജർ ആർച്ച് ബിഷപ്പ് പങ്കെടുക്കോ ഇല്ലയെന്ന് അദ്ദേഹത്തോട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഷെഡ്യൂളൊക്കെ നോക്കി. ഇപ്പോൾ മേജർ ആർച്ച് ബിഷപ്പ് സത്യനയിലാണെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയത്, ഞങ്ങളോട് പറഞ്ഞത്. അപ്പോൾ അത് അദ്ദേഹമാണ് തീരുമാനിക്കേണ്ടത്. അപ്പോൾ അത് പാംബ്ലാനി പിതാവ് അത് പരിശ്രമിക്കും എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ പോസിറ്റീവായി കാണുന്നു. കാരണം എല്ലാവരുടെയും ആഗ്രഹം, പ്രത്യേകിച്ച് സഭാ തലവൻ്റെ ആഗ്രഹം തീർച്ചയായിട്ടും നമ്മളെക്കാൾ അധികം ഇതെല്ലാം പരിഹരിക്കണം, എല്ലാവരോടും സംഭാഷണം നടത്തണമെന്നാണ്. തട്ടിൽ പിതാവ് തന്നെ ഈ സ്ഥാനം ഏറ്റെടുത്ത് അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്, എല്ലാ വൈദികരെയും കാണാനും കേൾക്കാനും ഞാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിനുള്ളൊരു അവസരം അദ്ദേഹം കാത്തിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വരുമെന്ന് തന്നെയാണ് എല്ലാവരുടെയും പ്രതീക്ഷ. ഇല്ല, അടുത്ത ഘട്ടം ഞാൻ പറഞ്ഞല്ലോ, ഈ അതിരൂപതയെ സമഗ്രമായി അറിയുന്ന സീനിയർ വൈദികരെ അദ്ദേഹം കാണും. അതിനെ തുടർന്ന് 4 സോണുകളായി തിരിച്ച് എല്ലാ വൈദികരെയും കാണും. അതുപോലെ തന്നെ ആത്മായ നേതൃത്വത്തെയും കാണും. അതാണ് അടുത്ത ഘട്ടമായ ചർച്ചകളുള്ളത് എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ മേജർ ആർച്ച് ബിഷപ്പും പാംബ്ലാനി പിതാവും കൂടി പങ്കെടുക്കുന്ന ചർച്ചയിൽ ഞങ്ങൾ ഈ 21 പേരിൽ ഏതാനും പേരെയും കൂടി അതിൽ ഉൾപ്പെടുത്തും. കാരണം ഞങ്ങൾ അഭിമുഖീകരിച്ച ഈ കാര്യങ്ങൾ കൂടി ഞങ്ങൾക്ക് മേജർ ആർച്ച് ബിഷപ്പിനോടും കൂടി പങ്കുവെക്കണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അത് അങ്ങനെ ഒരു മീറ്റിംഗ് ഉണ്ടാകുമ്പോൾ അതിൽ ഞങ്ങളിൽ കുറച്ച് പേരെ കൂടി അതിൽ ഉൾപ്പെടുത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു കേട്ടോ. നിങ്ങൾ കുറേ സമയം വെയിൽ കൊണ്ട് കാത്തിരുന്നു എന്നറിയാം. താങ്ക് യു.